ഉച്ചത്തിൽ ഹല്ലേലൂയ 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 ആമേൻ ഇടവിടാതെ സ്തുതിക്കുക. ഞാൻ ഒന്നുമില്ല ഞാൻ പറയുന്നു കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവേ, ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഇന്ന് കർത്താവിന് മാറ്റമില്ലാത്ത വചനം ഏതാത്മാവ് അത് ആത്മാവ് സംസാരിക്കാൻ ഇതിൽ പരിശുദ്ധാത്മ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഒന്നുമില്ല പിതാവേ, കർത്താവ് അടിനെ താഴ്ത്തുകയാണ്. എലിയാവിനെ സംസാരിച്ചു, ഉത്തരനായ മോശയെ കണ്ടു. ഞാനുകളിൽ പുരുഷത്വമാനെ കണ്ടതുപോലെ പഠിത്തമില്ലാത്ത എന്നെ കർത്താവ് എന്നെ ഉപയോഗിക്കണമേ കർത്താവ്. ഞാനൊന്നുമില്ല പിതാവേ, ഈ ജനത്തിന് ഉടമ്പേണ്ടത് ഈ ജനത്തിന്റെ ഉള്ള വെനിക്കരങ്ങളിൽ കർത്താവിന് അറിയാമല്ലോ. അവിടെ ആഗ്രഹങ്ങളെ കൂടെ അനുഗ്രഹം വചനപ്പെട്ടു. ദൈവം ഒരു വചനമെങ്കിലും വീഴുവാൻ സ്വർഗം ഇടിയാക്കണമേ. ദുനിയയുടെ ഹൃദയം തുറന്നതുപോലെ സഹോദരന്മാരുടെ ഹൃദയം തുറക്കുവാൻ സഹോദരങ്ങളെ കർത്താവെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കുവാൻ സ്വർഗം ഇടിയാക്കണം എന്ന് സാക്ഷി വചനമൊക്കെ കർത്താവിന് മൊത്തമായി തീർന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. പിതാവിനും സർവ്വപരിഗണനായ എന്നെ കർത്താവിന്റെ ശുശ്രൂഷ കണ്ടതുകൊണ്ട് മുഖത്ത് കർത്താവ് വിളിക്കുകയാണ്. രണ്ട് ദാസന്മാരെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈ സമയം താഴ്ത്താഴ്ച നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഈ 17-ാം തീയതി ഇവിടെ ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ ദൈവം ഞങ്ങൾ ഇടയാക്കണം. കടന്നു വന്ന് ഈ ദൈവത്തെ അനുഗ്രഹിക്കും. കർത്താവ് വീണ്ടും യേശു ക്രിസ്തു നാമത്തിൽ എന്റെ സേവനം അറിയിക്കുന്നു. എന്റെ പേര് തോമസ് കൊച്ചുമൻ. എന്റെ വീട് മുണ്ടറയാണ്, മുളവനെയാണ്. മുളവന ാണ്. ഞാൻ ഒന്നുമില്ല. ഭർത്താവ് കുടുംബത്തിൽ 9 മക്കളിൽ 4-മനായി ജനിച്ചു. 39 പെങ്ങന്മാരായിരുന്നു. 2 പെണ്ണ് ജനിച്ചപ്പോൾ എന്റെ മാതാവിന്റെ കർത്താവെ രാമചന്ദ്രനെ എന്റെ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും 3-ാമത് പെൺകുഞ്ഞുള്ള വീണ്ടും അമ്മ കല്ലാദീശ്വരൻ കണ്ണിലൂടെ കണ്ടതുപോലെ കർത്താവെ എനിക്ക് രാമചന്ദ്രൻ അവരെ ദൈവത്തിനായി കൊടുക്കാമെന്ന് പറഞ്ഞു. 4 വർഷങ്ങൾ കർത്താവിന്റെ വിദ്യാഭ്യാസ വീട്ടിൽ എന്റെ പിതാവ് പഠിക്കാത്തായിരുന്നു. മാതാവ് 4-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. എന്റെ അപ്പൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചു. എന്റെ കർത്താവ് എന്നെ പഠിക്കാത്തതിന് ബൈബിൾ കോളേജ് 2050 വയസ്സിൽ ചെറുപ്പക്കൾ സെമിനാരി പഠിക്കുമ്പോൾ കർത്താവിനെ അയച്ചു. കുഞ്ഞുങ്ങളിലേക്ക് 3 വർഷം വരെ ഞാൻ പഠിച്ചു. കർത്താവിനെ നാമം പഠിച്ചു വചനമെന്ന് നോക്കി വചനമാണ് ദൈവം വചനത്തെ പിടിപ്പിച്ചു. വചനത്തെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ എന്റെ അമ്മ എനിക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിച്ചു. നിന്നെ ദൈവത്തിൽ നേർന്നവനാണ്, നീ മദ്യമായി ജീവിക്കാറില്ല. നിന്നെ കണ്ടത് അമ്മേ എന്നെ ദൈവത്തിനും വേണ്ട പിശാചിനും വേണ്ട നന്ദകാലം ജീവിച്ചപ്പോൾ ഞാൻ 8-ാം ക്ലാസ് പഠിത്തമിട്ട് നാട് വിട്ട് മദ്രാസിൽ ഡെൽഹിയിലേക്ക് അലഞ്ഞിരിഞ്ഞ് ജീവിച്ചപ്പോൾ മുടിയനായ പുത്രനെ പോലെ ഞാൻ മടങ്ങി വരിക. മടങ്ങി വന്നപ്പോൾ പിതാവ് 20 വർഷത്തിന് മുമ്പ് ഒരു മകനെ നഷ്ടപ്പെട്ടു. ഏക മകനാണ്. ആ പിതാവ് കാത്തിരിക്കുക, എന്റെ മകൻ എപ്പോ വരും. അപ്പൊ ഒരു ദിവസം ഒരു ലെറ്റർ വന്നു. ആ മകന്റെ ഒരു ലെറ്റർ വന്നു. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആ മിറ്റെന്തെങ്കിലും ബ്രാഹ്മൺ ഒരു വെള്ളപ്പൊടി കെട്ടിയാൽ എന്റെ കാലിലെ വരുന്ന ട്രെയിനിൽ ഞാൻ വരും. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അപ്പ ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരും. അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ അപ്പോ ആ പിതാവ് പോയി ഒരു പീസ് തുണി വാങ്ങി ഒരു കടയിൽ അവിടെ പോയി രാവ് നിറച്ച് പൊടി കെട്ടി ഓടി മകന്റെ അടുത്ത് വന്നു. ഇത്രയും പൊടിയൊക്കെ കിട്ടി. പൊന്നുപോലെ 20 വർഷമായി നീ എനിക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു. നീ ആ പോകുന്ന ട്രെയിനിൽ പിന്നാമനി പോകുന്ന ട്രെയിനിൽ ആ പൊടി കണ്ടില്ല. 20 വർഷമായി നഷ്ടപ്പെട്ട എന്റെ മകനെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിറച്ച പൊടി കെട്ടിയത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട മകനായിരുന്ന എന്നെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ആ ദേശത്ത് ഒരു ഷാഡോയില് ഒരു പാത്രം വീണ്ടും പത്നാവരത്ത് വന്ന് ദേവിയും അടുത്ത് വന്നു. ഞാൻ 10-ാം ക്ലാസ് ഞാൻ ജനിച്ചിട്ട് എനിക്ക് 3 ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ 9 മക്കളാണ്. എനിക്ക് കടം വന്നു. ആ നാട് വിട്ട് ഞങ്ങളാണ് കുളത്തുപ്രദേശത്ത് പോയി ഒരു നല്ലൊരു അരിവാരത്തിൽ പൂർവാങ്ങി. എന്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. ഒരു വണ്ടിയെ വലിയ വണ്ടിയെ കൊണ്ട് നിങ്ങൾ 4-ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞാൽ പുല്ല് പറിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ പിതാക്കന്മാർ പഠിച്ചിട്ടില്ല. എന്നാൽ പഠിക്കാൻ തന്നെ കർത്താവിന്റെ വഴിയിൽ ഞാൻ വേല ചെയ്യുക. നീ പഠിത്തം മുമ്പിലും നീ സ്വസ്ഥനാണെങ്കിൽ നീ വിജയത്തിലെങ്കിൽ ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ SSC പാസ്സാക്കാൻ എടുക്കത്തില്ല. നിങ്ങൾ 8-ാം ക്ലാസ് നമ്പർ കർത്താവ് ലോകത്ത് വന്നു. ദൈവവിളി ഉണ്ടോ? ഉണ്ട്. എന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. എന്റെ ദൈവത്തിൽ എന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കർത്താവിന്റെ തന്നിൽ വന്ന് എന്നെ ബൈബിൾ കോളേജ് ചെന്നപ്പോ ജോസഫ് ഡാനിയലിനോട് പറയുക, ഹലോ ദൈവവിളി ഉണ്ടോ?
എന്ത് അഭിഷേകം ഉണ്ടാകും? അഭിഷേകം എങ്ങനെയാണ്? ആത്മാവിൽ ആരാധിക്കുമ്പോഴും ഡ്രസ്സിങ്ങാണ് അഭിഷേകം. അത് തൊട്ടടുത്ത് കടിയും അന്യഭാഷ എഴുത്തരാൻ പറ്റുമോ എന്നെ വലിയ കാര്യമില്ല. അല്ലെങ്കിൽ ദൈവത്തിന് ആത്മാവ് പറഞ്ഞപ്പോൾ എന്നാൽ അതൊക്കെ ശരിയായിട്ട് നാട്ടിൽ മാർക്ക് 20 കുഞ്ഞുങ്ങളോട് പരീക്ഷയ്ക്ക് എഴുതാൻ പറഞ്ഞു. ഞാൻ ചെന്ന് പരീക്ഷയ്ക്കുമ്പോൾ എന്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ വീട്ടിൽ 2001 ഓരോ കുഞ്ഞുങ്ങളും വീണ്ടും വീണ്ടും പേപ്പർ വാങ്ങി എഴുതുമ്പോൾ ഞാനതിൽ കരയുക, കർത്താവേ ഇതെന്താണ് പരീക്ഷ? ഇതിനിടയ്ക്ക് ഞാൻ പരീക്ഷ എഴുതാൻ പോലെ കയറിപ്പോയി. 50ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിൽ പോയി കുഞ്ഞുങ്ങളെ ചെന്ന് കർത്താവ് കണ്ണിലൂടെ കരഞ്ഞ് എല്ലാം എഴുതി അവസാനം എഴുതി വെച്ചു. എല്ലാം അറിയുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം. ഒന്നുമില്ലെങ്കിൽ കർത്താവ് എന്നെ കൊണ്ടുപോയി ഡയറക്ടറോട് ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ 24 മാർക്കും. ഞാൻ പറഞ്ഞ വലിയ മാർക്ക്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇന്നലെ കല്ലും കുടിച്ച് ചാപ്പും പിടിച്ച് ആ പള്ളിയിലും കുരിശും വരച്ചാണ് എന്നെ രക്ഷിക്കപ്പെടുത്തി സ്ഥാനപ്പെടുത്തി കർത്താവ് തന്നെ വന്നപ്പോ എനിക്ക് വചനം പഠിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. വചനമാണ് നിങ്ങൾ വചനമെങ്കിലും പറയുക. ഈ സഭയിൽ നിന്ന് വചനം പിടിച്ചു പറഞ്ഞ അത് നിങ്ങളുടെ കെട്ടൽ സിംഹത്തെ പോലെ ക്രിയയുമെങ്കിൽ ദൈവത്തിൽ പരിശുദ്ധാത്മ വചനമാണ് ദൈവം, വചനമാണ് ദൈവം. ഭാവിയിൽ വചനം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, കർത്താവിനെ തിരുവഴുത്തുകളെ തിരിച്ചറിയുന്ന ബുദ്ധിയെ പ്രകാശിക്കണമെന്ന് പ്രകാശിച്ചപ്പോൾ വലത്തുവാക്കുള്ള ബുദ്ധി, മൂടന്റെ ബുദ്ധി ഇടത്തുവാക്കും, ഞാന്റെ ബുദ്ധി വലത്തുവാക്കും. അപ്പുറത്തേക്ക് 2 പറയുന്നു, മൂടന്റെ ബുദ്ധി ഇടത്തുവാക്കും, ഞാൻ മനസ്സിലാക്കും. അവസാനം പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള സ്കൂളാണ് പാസ്സായിരിക്കും. ഞാൻ പറഞ്ഞു കർത്താവ് അപ്പം പറഞ്ഞു എന്റെ കർത്താവ് ലോകത്തിൽ വന്നപ്പോ പ്രധാന ചെയ്ത് പത്രോസായിരുന്നു. പത്രോസ് ഒരു മുഖ്യനായിരുന്നു. അവർ 3 ഒരാഴ്ച യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ രക്ഷിക്കപ്പെടുത്തിയത് വചനത്തിലുണ്ട്. എന്നെ കൊണ്ട് 30 വരെ കള്ളുകുടിയന്മാർ രക്ഷപ്പെടുത്താൻ കഴിയും. ഞാൻ അന്ധകാരം ജീവിച്ചവനായി ഒരു മദ്യപാനി വീണ്ടും വരകാത്തിയാണ്. അത് വീണ്ടും വരിക കലാകാരനാണ്. അണലി പോലെ വെക്കും. ഞാൻ ഏത് മദ്യപാനികളെ വിശ്വാസിക്കും. എന്റെ വീടിനടുത്ത് ഷാപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ആയിരത്തോടെ ആവശ്യമുണ്ട്. നിങ്ങൾ വളരെ വേണം. വളരെ ഐറ്റീസുകൾ എല്ലാ വർഷവും എന്റെ ദേശത്തിൽ ആഴ്ചയുള്ളവനാ ദേശത്താ ഞാൻ പാസ്സാക്കിയിരിക്കുന്ന 10 വർഷം കൊണ്ട് ആ മുളവനായിട്ട് എന്റെ സൗകര്യമില്ല. വലിയ ഉന്നതന്മാരൊന്നും അത്യാവശ്യം വലിയ ഉന്നതരും അവരും പഠിത്തവും അവിടെ ബുദ്ധി കരുതേന്ന് കണ്ടാവന്നെ അവിടെ അയച്ചു. ഇവിടുന്നെല്ലാം ദാസനാണ്, ഇവിടെ ഉന്നതന്മാരാണ്. എന്റെ കൃപയ്ക്ക് ഒത്തോട് സൂക്ഷിച്ചാൽ മതി. അത് ദൈവം പ്രവർത്തിക്കും. ഞാൻ കേവലമൊന്നുമല്ല. കർത്താവ് എന്ന കൃപയ്ക്ക് ഒത്തവർ. നീ വിശുദ്ധനാണോ? നീ നിഷ്കളങ്കരെ നേരിടുന്നവരുമാണോ? നിനക്ക് വേണ്ടി നീ ഉണർന്ന് ഇന്ന നാട്ടിന്റെ പകർത്താൻ പഠിച്ചിട്ടാൽ പറയും. എന്റെ കർത്താവ് ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്റെ മക്കളെ പഠിപ്പിച്ചു. ഞാൻ 2010 ഇവിടെ വന്നു. 5 വർഷം ഇവിടെ വന്നു. എന്റെ കുഞ്ഞിന് വലിയ ശ്രദ്ധ വേണം. 2010 ഞാൻ ഈ ശബ്ദത്തിന്റെ വർഷങ്ങൾ ഇപ്പൊ വരുന്നു. എന്റെ കുഞ്ഞിന് പോകേണ്ട കാര്യം എന്തെങ്കിലും ആവശ്യമാകുമ്പോൾ ഒരു കർത്താവിന് വിളിച്ച് കഴിയും. അല്ല ഓടി ഓടി വരുന്ന ദൈവാസന കർത്താവ് അയക്കാതെ വരുന്നത്. കർത്താവ് എനിക്ക് കർത്താവ് വീണ്ടും ഞാൻ ചോദിച്ചു കളഞ്ഞു. ഇത് വെയിറ്റടിക്കാൻ ഒരു പൈസ ഇല്ലാതെ ഞാൻ രാത്രി വിളിച്ച് കർത്താവ്. അപ്പൊ അബ്ദാവിന്റെ നിവാസത്തിനായിട്ട് ടിക്കറ്റ് ഞാൻ 10,000 രൂപ മുടക്കി കൊടുത്തു വന്നു. അതുകൊണ്ട് ഡെമ്പി ടിക്കറ്റ് എടുത്തു. അത് ഞാൻ ടിക്കറ്റ് എടുത്തു. എനിക്ക് 1 ലക്ഷം രൂപ വീട്ടയച്ചു. ഇതെല്ലാം വെയിറ്റടിച്ചു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടിക്കാൻ നീ പ്രാർത്ഥിക്കും. നിനക്ക് വേണ്ടി എന്റെ ഏറ്റവും പ്രയാസകാരികളെ എന്റെ അടുക്ക് കൊണ്ടുപോവാ. ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ കർത്താവെ എനിക്ക് തലമുറ തന്നെങ്കിൽ തലമുറ ഞാൻ പഠിച്ചില്ലെങ്കിൽ തലമുറ രണ്ടുപേരും തീർച്ചയായും മോളും മോളും വിവാഹം കഴിക്കുന്ന IBM എഞ്ചിനീയറാണ്. വേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിച്ച പിതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, കരയുന്ന മാതാവേ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന പിതാവുണ്ടെങ്കിൽ കരയുന്നവൻ മാതാവുണ്ടെങ്കിൽ ആ തലമുറ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് ഞാൻ ഭൗതികതയ്ക്ക് വേണ്ടി ഓടുന്നില്ല. എന്റെ കർത്താവ് ഘട്ടഘട്ടമായി എനിക്ക് തന്നുകൊണ്ടിരിക്കും. ഇബ്രാഹിം 13-ന്റെ 5-6 വാങ്ങി പെട്ടെന്ന് വാങ്ങി. എനിക്ക് സമയമില്ല. 13-5 നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവി. ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. കർത്താവ് എന്ന് പറയുക. ആകിയാൽ കർത്താവ് എനിക്ക് തുണ. ഞാൻ പേടിക്കുകയില്ല.
മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ നമുക്ക് സംസാരിച്ച് പറയാം. ഈ 2015 നിങ്ങൾ പറയാം കർത്താവിനെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നില്ലേ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി നടത്തുന്നില്ലേ? ഇതുവരെ ഞാൻ ഇതിൽ വന്നതിന് കഴിഞ്ഞാൽ ഞാനെങ്കിലും ഇങ്ങോട്ടായിരിക്കും സവാരങ്ങളെ പറയും മക്കളെല്ലാം എന്താ കാര്യം അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മൾ ഉയർത്തിക്കൊണ്ടേ ആരും ആട്ടം പറക്കില്ല. നീ ശക്തനാണോ? ഞാൻ പഠിച്ച് തോട്ട് 2 നിമിഷം തോട്ട് വരുന്നത് എന്റെ അവിടെ ബൈബിളെ സംവിധാനം പറഞ്ഞു നമ്പർ ഞാൻ പാർക്കാണ് കേട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ച് നാട്ടിലെ ഈ വയസ്സുകാരൻ 65 വയസ്സ് ഈ വയസ്സുകാരന് ഒരു പ്രായം കൊടുത്തു. രാവിലെ പോയ വൈകുന്നേരം വീട്ടിൽ ഓടി വെയിൽ കൊണ്ട് അവിടെ ഇറങ്ങി വന്ന നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വാസത്തെ കാര്യങ്ങൾ വിശ്വാസം തത്വമുണ്ട്. എന്താ വിശ്വാസം സംസാരിക്കണം. വിജയത്തിന്റെ വാക്കുകളെ നീ പറയോ? പരാജയത്തിന്റെ വാക്ക് നീ പറയണം. എങ്ങനെ ഇവന് സഹോദരങ്ങളെക്കായി നിന്നെ മാറി കാർത്തക്കാർ ദേശക്കാർ അയൽക്കാർ കൂട്ടുകാരന്മാർ ലജ്ജിക്കേണ്ട നന്മയ്ക്കുടെ ആളുകൾ എനിക്ക് നിറവേറി ബാധിച്ച സ്വർഗം നിനക്ക് വേണ്ടിയായിരുന്നു. ഞാൻ രാത്രി പാപം കിടക്കുക എല്ലാവരും കയ്യും കയറും കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർ കഴിക്കും. പാവപ്പെട്ടവരും പൈലാരി പോയി കൊച്ചുകുഞ്ഞു സമയമില്ല. പട്ടപ്പാടികളും പാവപ്പെട്ടവരാണ്. അവർക്കൊരു പാർട്ടി വേണ്ടായിരുന്നു, അവർക്കൊരു പാർട്ടി വേണ്ടായിരുന്നു, അവരെ നോക്കേണ്ട ആൾ വേണ്ടായിരുന്നു. ദേശപതി ആ സമ്പന്നരെ നോക്കി പോകണ്ട. ആദ്യം അവന് രാജ്യനീതി അന്വേഷിച്ച് ഒക്കെ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമ്മൾ വിശ്വസ്തനാണെങ്കിൽ ഈ വിജയത്തിലേക്ക് ഞാൻ പറഞ്ഞ 2 വിഷയം പോലും രാജവശം വേണ്ടാൻ പറഞ്ഞ് ഞാൻ പറ്റി എടുത്ത് തന്നെ എനിക്ക് പോയി ഉടനെ ഗ്രാമ സമയത്ത് എനിക്ക് ലെറ്റർ വരുന്നു. എത്രയപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് വിശ്വസ്തനാണെങ്കിൽ മനുഷ്യൻകാരിയിൽ വന്ന് ഞാൻ ആത്മാവിൽ ആരാധിക്കുമ്പോൾ എന്റെ വീഡിയോ എടുത്ത് അമേരിക്ക കൊണ്ടുപോയി അത്തായം ഇന്ത്യയെ അത്തായം പോയി സത്യം പറ്റി വന്നാണ് ഞാൻ പാർക്കാവേണം ഇല്ലെന്ന് വെച്ചാൽ പാർക്കാവിന് ആകണം വിചാരിച്ചിട്ടാണ് കിട്ടില്ല. ദൈവം നിന്നെ ആക്കിയാൽ ദൈവമാക്കി വലിയാമിന്റെ കാര്യം സംസാരിച്ചു. ഞാൻ വേറൊന്നുമല്ല, എനിക്ക് ചാനൽ തന്നിട്ട് അനേക അമേരിക്കയിൽ വന്ന ജനങ്ങൾ ഞാനിങ്ങനെ കൊണ്ടുപോകും. 51 കുഞ്ഞുങ്ങൾ അടക്കി എന്റെ മാതാവും എനിക്ക് വീട്ടിൽ ഡ്രസ്സെല്ലാം വാങ്ങി തന്നു. ഞങ്ങൾ സഭയായിട്ട് പോയി. എന്റെ കയ്യിൽ 1000 തലയിലുള്ള 1000 കയ്യിൽ എന്റെ കർത്താവായ ഒന്നുമില്ലെങ്കിലും നീ വിശ്വസ്തനാണോ? നീ ദൈവത്തിന്റെ വായിക്കാം. അവിടെ പറയുന്നത് സത്യോടെ നീ അന്വേഷിക്കുന്നു. നീ സത്യോടെ പ്രാർത്ഥിക്കണം. ഏകാഗ്രതയോടെ സ്വർഗത്തിൽ ചേരണം. എന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ചേർന്ന് എന്റെ അപ്പന്റെ വിവാഹത്തിന് മഞ്ഞമഴ അയച്ചു തരണമെങ്കിൽ നീ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. കർത്താവ് എന്റെ ബുദ്ധിമായി എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയെന്ന് പറയുന്ന കർത്താവ്. ഒരു മാതാവ് കണ്ണീരിന് മുമ്പിലാണ് ഞാനിന്ന് ഇങ്ങനെ എന്റെ മാതാവ് ഓർമ്മപ്പെട്ടു. അപ്പനും അമ്മയും സഹോദരങ്ങൾ എന്റെ വീട് വിറ്റ് ഞങ്ങളുടെ വീട് അവിടെ വന്ന് തിരിച്ചു കൊള്ളാനോ അമ്മയുടെ ഒരു 15 കൊല്ലം വീടില്ലാതെ 9 മൊത്തം ആകാരം വിളമ്പും. ആകാരമില്ല, കരത്തി വെള്ളം ഒഴിക്കാൻ നോക്കി കട്ടുനില ഞങ്ങൾ വളർത്തി. കാരണം പുസ്തകന്മാർ 3 പേരെയും താരി ഇന്ന് എന്റെ പെങ്ങൾ എനിക്ക് ആ പെങ്ങള് അപ്പന്റെ വിറ്റ വിളിക്ക് മേടിക്കും. അപ്പൻ ചോദിച്ചു എനിക്കിവിടെ വന്ന് വീട് വാങ്ങണം, 10 രൂപ ആ വിറ്റ വീട് മേടിക്കും. ആ വീട് പോകും. അത് ഇപ്പോൾ ആരും ഭയങ്കര അടയിലിരിക്കുക. അവർ അമേരിക്കയിൽ ആരും കർത്താവിനെ അയക്കും. ഞാൻ പോയി ചെന്നിട്ട് എന്റെ സഹോദരൻ വിളിച്ചു.
ഞാൻ വരില്ല. എങ്ങനെ കർത്താവിന് എന്നിൽ ഏർക്കൊണ്ട് ഞാനും ചെന്ന് ഞാൻ എന്റെ കർത്താവായിട്ടാണ് എന്നാൽ ഞാൻ പടക്കൂടുതൽ പാഞ്ഞും ദൈവത്താൽ ഞാൻ മനസ്സായി നിന്റെ ആഗ്രഹം എന്നാൽ യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നിർത്തി ആ ഉറിഞ്ഞാണോ രോഗിയാണോ കർത്താവ് രോഗമില്ലാത്തിരിക്കുന്നു. നിന്റെ മേലിട്ട് ഞാടി ഞാൻ വിളിച്ചിട്ടുണ്ട് എവിടെയാണ് നീ എനിക്ക് നേടിയ കർത്താവായി നീ എനിക്ക് നല്ലതായി നീ ഞാൻ വിശുദ്ധനാണ് നിങ്ങൾ വിശുദ്ധരായി വിശുദ്ധിയിൽ ദൈവം വലിയ വിശുദ്ധിയിൽ പോകാൻ ഇപ്പൊ നമുക്ക് അപേക്ഷിക്കുക നീ നിർമ്മലം നേരിടുന്നവരിൽ എനിക്ക് വീടുള്ള ഇപ്പൊ തോന്നുന്നു നിങ്ങളുടെ അന്തിരിക്കാൻ മക്കളായി നമ്മുടെ ഞാൻ ഇരമേപ്രനെ 1-ാമത് വരുന്നു നിന്റെ അമ്മയുടെ വിളിച്ചു വെച്ച് നിന്നെ കണ്ടു എന്നെ മാത്രം ഈ പെട്ടകത്തിൽ ഇരിക്കുന്നില്ല നമ്മളെ മാത്രമേ കണ്ടു മദ്യപാനെ നാട്ടുകാരുമായി കൈ കർത്താവെ ഞാൻ ഈ എന്റെ ജീവൻ എങ്ങനെയായിരുന്നു എന്റെ ജീവൻ എല്ലാ ലക്ഷ്യത്തിൽ ജീവിക്കുന്നു എന്റെ കർത്താവെ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിയുന്നില്ല ആ കുഴികൾ രാത്രി 9 മണി വരെ എന്നെ വിളിച്ചു എന്റെ കർത്താവിനെ ഇവിടെ വിളിച്ച ഇന്ന് മുതൽ ഞാൻ മരിക്കുന്നു കർത്താവ് വേലക്കാരും കുഴിയിൽ അപ്പോൾ തന്നെ തേടിയും ഓർച്ചു വെച്ചു അടുത്ത ഉള്ളിലോട്ട് നാം കണ്ണു എന്നെ രക്ഷിക്കണേ വെള്ളം കൈ രാവിലെ ആ ദേവദാസങ്ങൾ അവയിലേക്ക് കൊണ്ടുപോകും അവയിൽ ഏറ്റവും അവസാനങ്ങളിൽ ദേവദാസൻ പ്രവാചകൻ മകനെ നീ അവിടെ ഇരിക്കേണ്ടവരല്ല നീ ഇവിടെ ഇരിക്കേണ്ടവർ ഞാൻ നിന്നെ വണ്ടി ഇടിച്ചപ്പോൾ എന്റെ കരമാണ് കുഴി കൊണ്ടിട്ടപ്പോൾ എന്റെ കരമാണ് രക്ഷിച്ചു ഇന്നലെ നടന്ന ദേവദാസൻ 10-50 കൊല്ലം പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ കത്തുന്നു ഒരു പ്രവചനം അവിടെ പള്ളിയിലൊന്നും എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ നഷ്ടം പറയുന്നു സംഭവം സമാധാനം ഇറങ്ങിച്ചത് പിന്നെ കൂട്ടുകൂടി കലം കൂടി ആ മകനെ ഒന്ന് രക്ഷിക്കാലോ ഒരു പാത്രം എനിക്ക് വേണ്ടി കണ്ണീരോടെ പാത്രം ആ ഇടയിൽ എന്റെ വേണ്ടി കള്ളു കുടിക്കുന്നില്ല ഒമ്പത്തിന് കള്ളു വേണം പലപ്പോഴും ഞങ്ങൾ പള്ളിക്കാരൻ ഞങ്ങൾ കുടിക്കുമ്പോൾ പറയും എന്നാൽ ആ പാത്രയ്ക്ക് വേണ്ടി അന്ന് രാവിലെ വീട്ടിൽ വരിക പ്രവാചകം നമ്മൾ ഞാൻ ഇന്നലെ രക്ഷിക്കപ്പെട്ടു വാർത്ത ഞാനിനി ഒരിക്കലും എന്റെ ജീവിതം കഴുത്ത് നടത്താൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടാണ് ദൈവത്തിനെല്ലാം പറയുന്ന തീരുമാനം കറക്റ്റാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ പഠിച്ചില്ല എന്റെ മക്കളെ പഠിച്ചു എന്റെ മോക്ക് ഒരു പണവും വേണ്ട എന്റെ ആ കുഞ്ഞിനെ അമേരിക്ക പോയി ഒരു മാസമൊക്കെ പോകാം അവരെ ജോലി തരാം അതേമാതിരി പൈലല്ലേ ദൈവം എന്റെ മോനായി തന്നെ എന്റെ കാര്യം ഞാൻ കണ്ണീരോടെ പാർട്ടി എന്റെ ഭാര്യ എന്റെ കണ്ണീരിലൂടെ തലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ നിലവിളിക്കുമ്പോൾ എനിക്ക് വേണ്ട നന്മകളൊക്കെ ഞാനത് നിങ്ങൾക്ക് എനിക്ക് നന്മ വരണമെന്ന് പറയുന്നത് എന്റെ നന്മ കർത്താവ് കരുവച്ചിട്ടുണ്ട് ദൈവം ഈ കൈപോയിലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് നന്മകൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ മറക്കരുത് കഴിഞ്ഞ കാലങ്ങൾ നീ മറക്കരുത് കഴിഞ്ഞ കാലങ്ങൾ മാറ്റപ്പെടും ആ മക്കളൊക്കെ അനുഗ്രഹമായിരിക്കുന്നു ആ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി പട്ടിണിയില്ലാതെ പട്ടിണിയിൽ കൂടെ ഞങ്ങൾ ജനിച്ചു എന്നാൽ പിതാക്കന്മാർ പഠിത്തമില്ലെങ്കിലും ആ മക്കൾ കൂടെ അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതം പഠിച്ചാക്കന്മാർക്ക് വലിയ പഠിത്തമില്ല അന്നത്തെ കാലത്ത് ഒന്നുമില്ല അത് കടന്ന് നിലം കടന്ന് കഷ്ടപ്പെടുകയും ആ തലമുറ അനുഗ്രഹിച്ചെങ്കിൽ പണ്ട് 3 തലമുറ അവർ അനുഗ്രഹിച്ച ദൈവം നമ്മൾ അനുഗ്രഹിച്ചു തലമുറയും അനുഗ്രഹിച്ച് നമ്മുടെ തലമുറയും വാട്ടത്തോട് സഹോദരി ഒന്നുകൊണ്ട് പരപ്പെട ഞാൻ പറയുന്നു വിജയത്തിന്റെ വാക്കത്തിന്റെ വാക്കിന് ശക്തിയുണ്ട് പറഞ്ഞു യഹോവയാണ് ഈ ആണിൽ മഞ്ഞും മഴയും പിരികയിലെന്ന് പറഞ്ഞപ്പോൾ പ്രവചനം നിന്നുണ്ടെങ്കിൽ നിന്റെ വാക്കിൽ പ്രവചിച്ചേക്കും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക കൽപ്പിക്കാണെന്നുണ്ട് ബന്ധനം വഹിക്കാണെന്നുണ്ട് ഭ്രാന്തന്മാരെ വിളിക്കാണെന്നുണ്ട് ഭ്രാന്തന്മാർ ഞാൻ മാന്ത്രാക്കിയിട്ടുണ്ടോ ഞാൻ അപ്പൊ തന്നെ പറയാം
എന്നെ വ്യക്തമായി എന്നാൽ ഇത്രയും അവരുടെ പരീക്ഷ യാക്കോബ് രക്ഷപ്പെടുകയാണ്. എന്നാലും ആളുകൾ എനിക്ക് 65 നികത്തിലാക്കി ഇത് കഴിഞ്ഞ് അബീരിലേക്ക് പോകണം. അബീർ 3 മണിക്കൂർ എങ്ങനെ എവിടെയാണ് അബീറിന്റെ കാര്യം എന്നാൽ കുവൈറ്റുള്ള വെച്ചുള്ളത് നീ എന്ത് വിചാരിക്കുന്നു, നീ എന്ത് വിചാരിക്കുന്നു അതനുസരിച്ച് നീ എന്ത് പ്രാർത്ഥിക്കുന്നു അതനുസരിച്ച് പ്രാർത്ഥന കടയിലോട് ദൈവത്തിന് പ്രാർത്ഥിച്ച സ്വർഗം ഇറങ്ങി നിനക്ക് വേണ്ടി ഇന്ന് ഞാൻ പഠിത്തത്തിൽ ഞാനുമല്ല ജ്ഞാനികളുടെ ലക്ഷ്യപ്പാൽ എന്നെ എടുത്തു ദൈവം ഉപയോഗിക്കുന്ന കാലം എനിക്കൊന്നും പോയി പാടുന്നില്ല. കർത്താവ് എന്നെ കണ്ടത് കൊണ്ടാണ് നിങ്ങൾ മുമ്പിൽ 10 വർഷമായി എന്റെ ദേശം ന്യായീകരിച്ചത് മുതലാക്കിയിട്ടുണ്ട്. എന്താ കാര്യം? കർത്താവ് അവിടെ കൺവെൻഷൻ പരസ്യമായിട്ട് ഞാൻ അവിടെ പോയി പരസ്യമായി ഏതെങ്കിലും മദ്യപാനി ഇത് കേൾക്കുന്നുണ്ട്. ഈ വിശ്വാസത്തിൽ വന്ന എന്റെ കുടുംബാനികളെ എത്രയോ മദ്യപാനികളെ വിശ്വാസം മരിക്കായിരുന്ന കുടുംബത്തിൽ ചെന്നു ഞാൻ ചെന്ന് വിഷം മാറ്റി വെച്ചു. അവരെ വിഷം ഭാഗം കൊണ്ട് കണ്ടുപോയി അവരെ വിശ്വാസം കൊണ്ടുവന്നു. ആ കുഞ്ഞുങ്ങളെ വഴി 2000 രക്ഷപ്പെടുത്തി അനേകർ മരിക്കായിരുന്നവരെ പോലെ വിളിച്ചിട്ടുണ്ട്. ദൈവം അവിടെ അയക്കണം. അതിന് ദൈവത്തിന് വേണം, ദൈവത്തിന്റെ മഹത്വം കിട്ടണം. നിനക്കൊരു പോയിട്ടേ ഞാനൊരു പോയിട്ടേ ഇല്ല. കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ ഉപയോഗിക്കുമ്പോൾ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. എന്റെ കർത്താവെ ഒരു വാക്ക് നിങ്ങൾക്ക് വീഴുവാൻ, ഒരു അനുഗ്രഹം തരുവാൻ, അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്ന ആൾക്കാരും കർത്താവ് കൽപ്പിക്കാതെ ആൾ പറഞ്ഞിട്ടാകും വല്ലതും സംഭവിക്കുന്നത്. കർത്താവ് കൽപ്പിച്ചാണ് ഇവിടെ വന്നത്. അവിടുന്ന് ചില ദിനം കടന്നു വരുക സൂര്യവരികൾ കടന്നു വരുമ്പോൾ വെള്ളം കണ്ടപ്പോ കുടിച്ചപ്പോ കയ്പിന്റെ അനുഭവം മാറ വെള്ളം കുടിച്ചപ്പോൾ അവൻ ചോദിച്ചു, ഈ കയ്പുള്ള വെള്ളം കുടിക്കാനാണ് ഞങ്ങളെ ആ പ്രവചനത്തിൽ കൊണ്ടുവന്ന് മോശയോട് വിളിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവം മോശയെ നിന്റെ ആത്മീയ കണ്ണും തുറക്കും, നിങ്ങളുടെ അകക്കണ്ണും തുറക്കും പറഞ്ഞോളൂ. തുറന്നപ്പോൾ അവിടെ മിച്ചം കഷ്ടപ്പെട്ടു. അടുക്കന്നെ ഒരു മധുരമുള്ള മിച്ചം നമുക്ക് കൈപ്പില്ലായിരുന്നു. നിനക്ക് വേണ്ടി കരുതുക യഹോവയേ നിനക്ക് വേണ്ടി കരുതുക. അപ്പൊ ദൈവമക്കളെ, ഞാൻ എന്റെ വിഷയം നിങ്ങൾ തമ്മിൽ പറഞ്ഞല്ലോ. വളരെ വിവാഹം ദൈവം നടന്ന കാലാവധി കല്യാണം പോലെ നടക്കും. പരിപൂർണ്ണ വിശ്വാസിക്കും എന്റെ ദൈവ വിശ്വാസത്താൽ അത് നടക്കും. വിശ്വാസത്താൽ നീ അങ്ങ് ദൈവം ഇറങ്ങുമെന്ന് പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വരും ആഴമായ വിശ്വാസം. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ ദൈവം കഴിവണം. ആ ദൈവത്തെ പോലെ ദൈവമില്ല. നീ വിശ്വാസിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ രക്ഷിക്കണം. അതുപോലെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ ആ വിവാഹ കാര്യമായി നടക്കാൻ എല്ലാ വിശ്വാസം വളരെ പല പുസ്തകങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരെല്ലാം വളരെ എല്ലാം വീട്ടിലെല്ലാം കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ